ഡിവൈഎഫ്ഐ ഭീഷണിക്ക് പിന്നാലെ വി.ഡി. സതീശന്റെ സുരക്ഷ വർദ്ധിപ്പിച്ച് സംസ്ഥാന പോലീസ് സേന. എന്നാൽ മൂക്കിൽ കയറ്റുമോ എങ്കിൽ കാണട്ടെ എന്ന നിലപാടിൽ പോലീസിനെ തിരിച്ചയച്ചിരിക്കുകയാണ് വി.ഡി. സതീശൻ. പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗ യാത്രയിൽ അതിക്രമം നടക്കുമെന്ന രഹസ്യ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വൻ പോലീസ് സേന സതീശന് ചുറ്റും അണിനിരന്നത്. ആലപ്പുഴ ജില്ലയിലെ പുതുയുഗ യാത്രാവേദിയിൽ കൂടുതൽ പോലീസുകാരെത്തി. വി.ഡി. സതീശനെതിരെ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണ് നടപടിയെന്ന് പോലീസ് പറയുമ്പോഴും കോൺഗ്രസും സതീശനും കുലുക്കമില്ല. ചേർത്തലയിലും ആലപ്പുഴ ടൗണിലുമാണ് പുതുയുഗ യാത്ര എത്തിയത്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കണ്ണൂരിലുണ്ടായ കെ.എസ്.യു ആക്രമണത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. അതിനാൽ വി.ഡി. സതീശനെതിരെ CPM ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധത്തിന് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇതിനെതിരെയാണ് സതീശൻ രംഗത്ത് വന്നത്. വീണ ജോർജ് ആശുപത്രിവാസം മതിയാക്കി സ്ഥലം വിട്ടെങ്കിലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ CPM പ്രതിഷേധം തുടരുന്നുണ്ട്. വിവിധയിടങ്ങളിൽ കോൺഗ്രസ് കൊടിമരങ്ങളും പുതുയുഗ യാത്രയുടെ ഫ്ലക്സ് ബോർഡുകളും പ്രതിഷേധക്കാർ നശിപ്പിച്ചു. പിന്നാലെ രംഗത്ത് വന്ന വി.ഡി. സതീശൻ ഇനിയും കളിച്ചാൽ ക്ഷമയുടെ നല്ല ശീലങ്ങൾ മറക്കുമെന്ന മുന്നറിയിപ്പ് ഡിവൈഎഫ്ഐക്ക് നൽകുന്നുണ്ട്. തീക്കൊള്ളിക്കൊണ്ട് തല ചൊറിയരുതെന്നുമുള്ള മുന്നറിയിപ്പ് സതീശൻ നൽകുന്നുണ്ട്. കെ.എസ്.യു പ്രവർത്തകർ വീണ ജോർജിനെ ആക്രമിച്ചുവെന്ന വാദം തള്ളിക്കളഞ്ഞ പ്രതിപക്ഷ നേതാവ് സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തിയതിൽ പ്രവർത്തകർ മന്ത്രിയുടെ അടുത്തുപോലും എത്തിയില്ലെന്നാണ് ബോധ്യമായത്. ഇത് വാർത്താ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്നും സതീശൻ പറയുന്നുണ്ട്. 3-4 കെ.എസ്.യു പ്രവർത്തകർ മാത്രമായിരുന്നു പ്രതിഷേധത്തിനെത്തിയത്. 35ഓളം പോലീസുകാർ ഉണ്ടായിരുന്നു. മന്ത്രിയാണ് ആക്രോശിച്ച് പ്രവർത്തകരോട് നേരെ എത്തിയത്. അതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. വിഷയത്തിൽ പാർട്ടി കൃത്യമായി നിലപാട് പരിശോധിക്കും. കെ.എസ്.യു പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും സതീശൻ പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ ചേർക്കുന്നുണ്ട്. കണ്ടുനോക്കാം. നട്ടാൽ കുടിക്കാത്ത നുണകൾ പറഞ്ഞ് വ്യാപകമായി കേരളത്തിൽ മുഴുവൻ അക്രമം ഉണ്ടാക്കിയ ഇതിനുള്ള തക്ക തിരിച്ചടി ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കും. ആരോഗ്യ മേഖലയിലുണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കാതെ അതിൽ നിന്നും ശ്രദ്ധ വഴിതിരിച്ചുവിടാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ആക്രമണ കഥ. അതിപ്പോ പൊളിഞ്ഞ് പാലീസായി 7 നിലയിൽ പൊട്ടിയിരിക്കുക. എന്നിട്ടും അതിന്റെ പേരിൽ അക്രമം നിർത്താൻ CPM നേതാക്കൾ അണികളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക വ്യാപകമായി. ഞങ്ങൾ പറയാനുള്ളത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയരുത്, ഇത് അവസാനിപ്പിക്കണം എന്നാണ്. ആ കേസ് പിൻവലിക്കണം. വധശ്രമത്തിലെടുത്തിരിക്കുന്ന കേസ് പിൻവലിക്കണം. ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. ആയുധം താഴെ വെക്കണം, അക്രമം അവസാനിപ്പിക്കണം. ഇതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞങ്ങൾ അതിശക്തമായി ഇതിനെ പ്രതിരോധിക്കും, ഒരു സംശയം വേണ്ട. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ 100% ആളുകൾക്ക് ബോധ്യമുണ്ട് ഇതുപോലെ തട്ടിപ്പായിരുന്നു. റെയിൽവേ RPFന്റെ ക്യാമറ പരിശോധിച്ചിട്ടും പുറത്തു വന്നു ഒരു തരത്തിലുള്ള അക്രമം നടന്നിട്ടില്ല. ഇന്നലെ ഒരു കരിങ്കൊടി കാണിച്ചു, കരിങ്കൊടിക്കാരൻ്റെ അടുത്ത് വന്നു എന്നുള്ള രീതിയിൽ ഒരു പ്രചരണം നടത്തി, അതും പൊളിഞ്ഞുപോയി. മന്ത്രിയുടെ ഗൺമാനായിരുന്നു അടുത്തുണ്ടായിരുന്നത് എന്ന് വ്യക്തമായി. അപ്പൊ മന്ത്രി തന്നെ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഇല്ലാത്ത കുഴപ്പം 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ വെച്ച് അഭിനയിച്ച് കാണിച്ചതാണ് എന്ന് കേരളം മുഴുവൻ ബോധ്യമായി. അവർ ഈ ജില്ലയെ കൂടി പ്രതിനിധാനം ചെയ്യുന്ന ഒരു മന്ത്രിയാണ്. അവർ നടത്തിയ ഈ ശ്രമം ഈ ജില്ലയ്ക്ക് കൂടി അപമാനം. ഞാനത് പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. പുതിയ യാത്ര സാധാരണക്കാരുമായി സംബന്ധിച്ച് മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളെ ബാധിക്കുന്ന ജീവൽഗന്ധിയായ പ്രശ്നങ്ങളാണ് എല്ലാവരും ഒന്ന് അവതരിപ്പിച്ചത്. ഞങ്ങൾ പൗരപ്രമുഖരായിട്ടല്ല ചർച്ച നടത്തിയത്. ഞങ്ങൾ സാധാരണക്കാരായ പ്രയാസം അനുഭവിക്കുന്ന, ദുഃഖം അനുഭവിക്കുന്ന